ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് എക്കണോമിക്സിലെ മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനലിലേക്ക് ആദ്യം കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഈ ചാപ്റ്റർ 2 പാർട്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. The use of money spans a very large part of our everyday life. Look around you and you would easily be able to identify several transactions involving money in any single day. Can you make a list of these? In many of those transactions, goods are being bought and sold with the use of money. In some of these transactions, services are being exchanged with money. For some, there might not be any actual transfer of money taking place now, but a promise to pay money later. എന്താണ് നമ്മൾ ചുറ്റും നോക്കിയാൽ നമുക്ക് ആ ഒരു എന്താണ് മണി ബേസ്ഡ് ആയ അല്ലെങ്കിൽ ഒരു പൈസ ബേസ്ഡ് ആയ ഒരുപാട് ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും സാധനം ചെന്ന് മേടിക്കുന്നതാണെങ്കിൽ നമ്മൾ പകരം പൈസയാണ് കൊടുക്കാറ്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ചുറ്റും അത് കാണാൻ പറ്റും. Have you ever wondered why transactions are made in money? The reason is simple. A person holding money can easily exchange it for any commodity or service that he or she might want. Thus, everyone prefers to receive payments in money and then exchange the money for things that they want. അപ്പോൾ ഈ മണി ബേസ്ഡ് എക്കണോമിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ അതൊരു സിമ്പിളാണ്. കാരണം എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുത്താൽ തിരിച്ച് മണി മേടിച്ചാൽ മതി. അത് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ ഒരു സിംപ്ലിസിറ്റി ഈ മണി ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. Take the case of a shoe manufacturer. He wants to sell shoes in the market and buy wheat. The shoe manufacturer will first exchange shoes that he has produced for money, then exchange the money for wheat. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ഷൂ മാനുഫാക്ചറർ, അയാളുടെ കയ്യിൽ ഒരു ഷൂ വിൽക്കാനുണ്ട്. അയാൾക്ക് പകരം വേണ്ടത് എന്താണ്? കുറച്ച് ഗോതമ്പാണ്, വീറ്റാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആദ്യം ആ ഷൂ വിറ്റ് ആ പൈസ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ആ വീറ്റ് വാങ്ങിക്കും. Imagine how much more difficult it would be if the shoe manufacturer had to directly exchange shoes for wheat without use of money. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം പാടായിരിക്കും. അയാൾക്ക് ഷൂവിന് ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ള അവസ്ഥയാണെങ്കിൽ അയാൾ ഷൂസിന് പകരം ഗോതമ്പ് കിട്ടുന്ന ആ ആവശ്യമുള്ള ഗോതമ്പ് കൊടുക്കാനുണ്ട്, ഷൂസ് വാങ്ങിക്കാൻ ആവശ്യമുള്ള ആളിന് കിട്ടുന്നതുവരെ അയാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. He would have to look for a wheat growing farmer who not only want to sell wheat but also want to buy the shoes in exchange. That is, both parties have to agree to sell and buy each other commodities. അതെന്താണ്? രണ്ടുപേർക്കും അവരുടെ സാധനങ്ങൾ ആവശ്യമായിട്ട് വരും, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദിസ് ഈസ് നോൺ ആസ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ്. ഇതിനെയാണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. കാരണം രണ്ടുപേർക്കും ഓപ്പോസിറ്റായ ആവശ്യങ്ങൾ വരണം ഒരേ സമയത്ത്. What a person decides to sell is exactly what the other wishes to buy. ഒരാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരാൾ വാങ്ങാൻ തയ്യാറായിരിക്കണം. In a barter system where goods are directly exchanged without the use of money, double coincidence of wants is an essential feature. അപ്പോൾ ഒരു മണി യൂസ്ഡ് അല്ലെങ്കിൽ മണി ബേസ്ഡ് അല്ലാത്ത എക്കണോമിയിൽ വരുമ്പോൾ, ബാർട്ടർ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ആ ഒരു ഡ്യുവൽ അല്ലെങ്കിൽ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ ഫീച്ചറായിട്ട് മാറും. In contrast, in an economy where money is in use, money, by providing the crucial intermediate step, eliminates the needs for a double coincidence of wants. It is no longer necessary for a farmer who will buy these shoes and at the same time sell him wheat. All he has to do is to find a buyer for his shoes. Once he has exchanged his shoes for money, he can purchase wheat or any other commodity in the market. Since money acts as an intermediate in the exchange process, it is called a medium of exchange. എന്താണ്? പക്ഷേ മണി ബേസ്ഡ് എക്കണോമി എന്താണ്? ഒരു മീഡിയമായിട്ടാണ് മണി പ്രവർത്തിക്കാറ്. കാരണം ഇപ്പോൾ അയാളൊരു ഷൂ മേക്കർ ആണെങ്കിൽ ആ ഷൂ അയാൾക്ക് ആരുടെടുത്തെങ്കിലും വിറ്റ് പൈസ വാങ്ങിച്ചാൽ ആ പൈസ ഉപയോഗിച്ച് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീറ്റ് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ആവശ്യമുണ്ടോ അത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു എക്കണോമിയാണ്. അതായത് ഡയറക്റ്റായിട്ട് വാങ്ങുന്ന സാധനത്തിന് ആവശ്യമുള്ള സാധനത്തിന് പകരം കൊടുക്കുന്നതല്ല, ആ ഒരു മീഡിയമായിട്ട് ഈ മണി നിൽക്കുകയാണ്. ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഇത് നിൽക്കുകയാണ്. Modern forms of money. We have seen that money is something that can act as a medium of exchange in transactions. Before the introduction of coins, a variety of objects was used as money. For example, since
the very early ages, Indians used grains and cattle as money. Thereafter came the use of metallic coins, gold, silver, copper coins, a phase which continued well into the last century. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഈ മണിയുടെ അല്ലെങ്കിൽ ഒരു മണിയുടെ എവല്യൂഷൻ ഒരു കുറച്ച് സമയം നമുക്ക് കാണാൻ പറ്റും. പണ്ടൊക്കെ എന്താണ്, ഈ ഗ്രെയിൻസും കാറ്റൽസും ഒക്കെ ആയിരുന്നു മണിയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഷ്യൻ്റ് ഏജിൽ ഇന്ത്യൻസ്. അതിനുശേഷം മെറ്റാലിക് കോയിൻസ് വന്നു, അതായത് ഗോൾഡ്, സിൽവർ, കോപ്പർ കോയിൻസ് വന്നു. അതുപോലെ പലതരത്തിൽ ഇത് ഇവോൾവ് ചെയ്യുന്നുണ്ട്. കറൻസി, modern forms of currency include forms of money include currency, paper notes and coins. Unlike the things that we were used as money earlier, modern currency is not made of precious metals such as gold, silver and copper, and unlike grains and cattle, they are neither of everyday use. The modern currency is without any use of its own. ഇപ്പോൾ എന്താണ് മോഡേൺ കറൻസി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ മോഡേൺ കറൻസി എന്ന് പറയുന്നത് പേപ്പർ നോട്ട്സും അതുപോലെ തന്നെ കോയിൻസ് ഉൾപ്പെടുന്നതാണ്. ഈ കോയിൻസ് എന്ന് പറയുന്നത് പണ്ട് ഉപയോഗിച്ചിരുന്ന കണക്ക് ഒരു വിലമതിക്കുന്ന കോയിൻസ് ഒന്നുമല്ല. അതായത് ഗോൾഡ് കൊണ്ടോ സിൽവർ കൊണ്ടോ കോപ്പർ കൊണ്ടോ ഉണ്ടാക്കിയ ഒരു കോയിൻസ് ഒന്നുമല്ല. പിന്നെ ഗ്രെയിൻസും കാറ്റൽസും ഒന്നുമല്ല. ഒരു എവരിഡേ യൂസിന് ആവശ്യമുള്ള സാധനങ്ങളും അല്ല. Then why is it accepted as a medium of exchange? It is accepted as a medium of exchange because the currency is authorized by the government of the country. പിന്നെ എങ്ങനെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ചിനായിട്ട് ഇത് കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ, മറ്റേ കോയിൻസൊക്കെ ആണെങ്കിൽ ഗോൾഡൊക്കെ ആണെങ്കിൽ അത് വാല്യുബിൾ അല്ലേ, അതുകൊണ്ട് അവർക്ക് സ്വീകരിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചാൽ, അതിനെ ഓതറൈസ് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്. ആ രാജ്യത്തെ ഗവൺമെൻറ് ഓതറൈസ് ചെയ്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. In India, the Reserve Bank of India issues currency notes on behalf of the central government. As per Indian law, no other individuals or organization is allowed to issue currency. Moreover, the law legislates the use of rupee as a medium of payment. They cannot be refused in settling transactions in India. No individual in India can legally refuse a payment made in rupees. Hence, the rupee is widely accepted as a medium of exchange. ഇപ്പോൾ എന്താണ്, ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നോട്ട് അടിക്കുന്നത്. മറ്റൊരാൾക്കും ഒരു ഓർഗനൈസേഷനോ അത് അടിക്കാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ കറൻസിയെ പറയുന്ന പേരാണ് റുപ്പി. അതിൽ തന്നെ ട്രാൻസാക്ഷൻ നടത്തണം, വേറൊരു മീഡിയത്തിലും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റത്തില്ല. ഡിപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ്. The other form in which people hold money is as deposit with banks. At a point of time, people need only some currency for their day-to-day use, day-to-day needs. For instance, workers who receive their salaries at the end of each month have extra cash at the beginning of the next month. What does people do with the extra cash? They deposit it with the banks by opening a bank account in their names. Bank accept the deposit and also pay an amount as interest on the deposits. In this way, people's money is safe with the banks. It earns an amount as interest. People also have the provision to withdraw the money and when they require. Since the deposit in the bank accounts can be withdrawn on demand, these deposits are called demand deposits. അടുത്ത ഡിപ്പോസിറ്റ്സ്, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മാസത്തേക്ക് തൊഴിൽ ചെയ്തിട്ട് ആ മാസത്തിൻ്റെ അവസാനം ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് പിറ്റേ മാസം തുടക്കത്തിൽ ഒരു എക്സ്ട്രാ ക്യാഷ് ബാലൻസ് കാണും. അവരെന്ത് ചെയ്യും, അത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരുടെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ മണിയും അവിടെ സേഫായിട്ട് കിടക്കും. അതുപോലെ തന്നെ ചെറിയൊരു ഇൻട്രസ്റ്റും കിട്ടും. അപ്പോൾ അവർക്ക് ആവശ്യത്തിന്, അവർ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഈ ഡിപ്പോസിറ്റ് അവർക്ക് പിൻവലിക്കുകയും ചെയ്യാം, പൈസ വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ്. Demand deposits offer another interesting facility. It is this facility which leads it the essential characteristics of money. You should have heard of payment being made by checks instead of cash. For payment through check, the payer who has an account with the bank makes out a check for a specific amount. A check is a paper instructing the bank to pay a specific amount from the person's account to the person in whose name the check has been issued. ഡിമാൻഡ് ഡിപ്പോസിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചെക്ക് ലീവ്സ് ആണ്. അതായത് ചെക്കിൽ എത്ര രൂപ പിൻവലിക്കണമെന്ന് എഴുതി കൊടുത്താൽ അതൊരു രേഖയാണ്. ബാങ്ക് അയാളുടെ എഴുതി കൊടുത്ത ആളുടെ അക്കൗണ്ടിൽ നിന്നും ആർക്കാണോ എഴുതി കൊടുത്തത് അയാൾക്ക് എന്ത് ചെയ്യും, ആ പൈസ സ്പെസിഫിക് എമൗണ്ട്, ആ എഴുതിയ പൈസ കൊടുക്കും.
Thus, we see that demand deposits share the essential features of money. The facility of check against demand deposits make it possible to directly settle payment without the use of cash. Since demand deposits are accepted widely as a means of payment along with currency, they constitute money in the modern economy. അപ്പോൾ ഇതെന്താണ്, ഇത് ഒരുപാട് ക്യാഷ് കയ്യിൽ വെക്കാതെ തന്നെ ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റ് വഴി നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു മോഡേൺ എക്കണോമിയിൽ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. You must remember the role that the banks play here. But for the banks, there would be no demand deposit and no payment by checks against these deposits. The modern forms of money, currency and deposits are closely linked to the working of the modern banking system. Loan activities of bank. Let us take the story of banks further. What do the banks do with the deposits which they are accept from the public? There is an interesting mechanism at work here. Banks keep only a small portion of their deposits as cash with themselves. For example, bank in India these days hold about 50% of their deposits as cash. This is kept as provision to pay the depositors who might come to withdraw money from the bank or any given day. Since on any particular day only some of its many depositors come to withdraw cash, the bank is able to manage with this cash. അപ്പോൾ ബാങ്ക് പ്രവർത്തിക്കുന്ന മറ്റൊരു രസകരമായ കാര്യമുണ്ട്. ഓരോ ബാങ്ക് സാധാരണഗതിയിൽ 15% ഡിപ്പോസിറ്റിൻ്റെ 15% ക്യാഷ് മാത്രമേ അവിടെ വെച്ചേക്കത്തുള്ളൂ, ബാക്കി ലോൺസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് വെച്ചാണ് ഈ ബാങ്കുകൾ പ്രവർത്തിക്കാറ്. Banks use the major portion of the deposit to extend loans. There is a huge demand for loans for various economic activities. We shall read more about this in the following sections. Banks make use of the deposit to meet the loan requirements of the people. In this way, banks mediate between those who have surplus funds and those who are in need of these funds, the borrowers. Bank charges a higher interest rate for loans than what they offer on deposits. The difference between what is charged from borrowers and what is paid for the depositors is their main source of income. ഇപ്പോൾ ഈ ഡിപ്പോസിറ്റിൻ്റെ മേജർ പോർഷൻ ബാങ്ക് ലോൺസ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു എന്താണ് ഇത് പ്രവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സ്ട്രാ ഫണ്ടുള്ള, അതായത് ഡിപ്പോസിറ്റേഴ്സിൽ നിന്നും ആ ഒരു ബോറോവേഴ്സിലേക്ക് ഈ പൈസ എത്തിക്കുകയും അവരിൽ നിന്നും ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻട്രസ്റ്റ് തിരിച്ച് പിടിച്ച് അതിനകത്തുനിന്ന് ഡിപ്പോസിറ്റേഴ്സിന് ആവശ്യമായ ഇൻട്രസ്റ്റും കൊടുത്തിട്ട് ബാക്കി കിട്ടുന്ന പൈസയാണ് ഈ ബാങ്കിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം, മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. Two different credit situations. A large number of transactions in our day-to-day activities involve a credit in some form or the other. Credit refers to an agreement in which the lender supplies the borrower with money, goods and services in return for the promise of future payment. ഇപ്പോൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഡിപ്പോസിറ്റർ അല്ലെങ്കിൽ ആ ഒരു ആൾ ആ ഒരു ബോറോവറിന് കൊടുക്കുന്ന ഗുഡ്സ്, സർവീസ് അല്ലെങ്കിൽ മണി, ഇതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പേയ്മെൻറ്റ് മുന്നിൽ കണ്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. In this case, Salim obtains the credit to meet the working capital needs of production. The credit helps him to meet the ongoing expenses of production, complete production on time, and thereby increasing his earnings. Credit therefore plays a vital role and positive role in this situation. അപ്പോൾ പല സാഹചര്യങ്ങളിലും ക്രെഡിറ്റ് ഒരു വലിയൊരു ഘടകമായിട്ട് മാറുന്നുണ്ട്. In rural areas, the main demand for credit is for crop production. Crop production involves considerable cost on seeds, fertilizers, pesticides, water, electricity, repair of equipment, etc. There is a minimum stretch of 3 or 4 months between the time when farmers buy these inputs and when they sell the crop. Farmers usually take crop loans at the beginning of the season and repay loan after harvest. Repayment of the loan is crucially dependent on the income from farming. അപ്പോൾ നാട്ടിൻപുറങ്ങളിൽ, റൂറൽ ഏരിയാസിൽ പ്രധാനമായിട്ടും ലോൺസ് എടുക്കുന്നതിനാണ് അഗ്രികൾച്ചറിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ഫെർട്ടിലൈസേഴ്സിനും കോസ്റ്റ്, സീഡ്സിൻ്റെ കോസ്റ്റ്, പെസ്റ്റിസൈഡ്സ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, എക്യുപ്മെൻറ്റ്സിൻ്റെ റിപ്പയർ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യാം, യൂഷ്വലി ആ ഒരു സീസണിന് ആദ്യം ലോൺ എടുത്തിട്ട് ആ ഹാർവസ്റ്റ് കഴിഞ്ഞ് ക്രോപ്പ് സെല്ല് ചെയ്തതിന് ശേഷമാണ് അത് റീപേ ചെയ്യാറ്. In Swapna's case, the failure of the crop made loan repayment impossible. She had to sell part of the land to repay the loan. Credit, instead of helping Swapna improve her earnings, left her worse off. This is an example of what commonly called as debt trap.
ക്രെഡിറ്റിന് മറ്റൊരു ദോഷ സൈഡ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കേസ് പറയുന്നുണ്ട്. അവരെന്താണ് ക്രെഡിറ്റ് ലോൺ എടുത്തു, അതിനുശേഷം ഈ ഹാർവസ്റ്റ് നശിച്ച വഴി അത് തിരിച്ചടക്കാൻ പറ്റാതെ വസ്തു വിൽക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. ഇതാണ് ഒരു റോങ് സൈഡ് ഡെപ്റ്റ് ട്രാപ്പ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ഇൻ ദിസ് കേസ് pushes the borrower into a situation from which recovery is very painful. In one situation, credit helps to increase earnings and therefore a person is better off than before. The another situation, because of the crop failure, credit pushes the person into a debt trap. To repay her loan, she has to sell a portion of her land. She is clearly much worse off than before. Whether credit would be useful or not, therefore, depends on the risk in the situation and whether there is some support in the case of loss. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് സപ്പോർട്ട് കാരണം ഒരു ഇൻകം കൂടിയതും മറ്റൊരു സാഹചര്യത്തിൽ ആ ഒരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോയതും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ് ഡെപ്റ്റ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ബാക്കി പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.